പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 88 മണിക്കൂർ പിന്നിട്ടപ്പോൾ പാകിസ്ഥാൻ വന്ന് കാല് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം നൽകിയിരിക്കുകയാണ് വ്യോമസേനയുടെ മുൻ വൈസ് ചീഫ് എയർ മാർഷൽ നാഗേഷ് കപൂർ. ഒരു പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, തങ്ങൾ നടത്തിയ ആക്രമണത്തിന് പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിക്കും എന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൂർവാധികം ശക്തിയോടെ അവർക്ക് നേർ ആക്രമണം അഴിച്ചുവിടാൻ ഒരു പട്ടിക തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. ആ പട്ടികയിൽ ആദ്യം തങ്ങൾ ചെയ്യുമായിരുന്നത് ഈ പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങളും മിസൈൽ സൈറ്റുകളും കമാൻഡ് സെന്ററുകളും അടക്കം പൂർണ്ണമായി ഞങ്ങൾ നശിപ്പിക്കുമായിരുന്നു. അതായത് പാകിസ്ഥാന്റെ വ്യോമ സംവിധാനങ്ങളെ, അതായത് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഞങ്ങൾ പൂർണ്ണമായി തകർക്കുമായിരുന്നു. അതുകൂടാതെ പാകിസ്ഥാനിലുള്ള അവരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്ത് അവരെ കടുത്ത സാമ്പത്തിക പാപ്പരത്തിലേക്ക് തള്ളിവിടുമായിരുന്നു എന്നാണ്. ഏതായാലും പാകിസ്ഥാൻ വന്ന് കാല് പിടിച്ചതുകൊണ്ട് ആ ദുരന്തം അവർക്ക് ഒഴിഞ്ഞു കിട്ടി എന്നുകൂടി ഇപ്പോൾ ഈ നാഗേഷ് കപൂർ പറയുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 22 മിനിറ്റ് അവർക്ക് തിരിച്ചടിക്കാൻ സമയമുണ്ടായിരുന്നു. അതായത് തങ്ങളുടെ വിമാനം, ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ അവിടെ സുഖോയും മറ്റുമാണ്, അത് കടന്ന് അവിടെ ആക്രമണം നടത്തിയതിനു ശേഷം അതായത് ഇവിടുന്ന് പറന്നു പൊങ്ങി ആക്രമണം നടത്തി തിരിച്ചു വരുന്ന ആ 22 മിനിറ്റ് നിർണായകമായ മിനിറ്റാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച്. തിരിച്ചടിക്കാൻ കിട്ടുന്ന ഏറ്റവും മികച്ച സമയമാണ്. ആ സമയത്തൊന്നും ഒന്ന് അനങ്ങാൻ പോലും പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യവും അദ്ദേഹം ഇതിൽ എടുത്തു പറയുന്നു. ഇതോടുകൂടി ഈ ഒരു പോഡ്കാസ്റ്റ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡോവലിന്റെ വെളിപ്പെടുത്തൽ പാകിസ്ഥാനിലെ അടക്കം വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചത്. ഇപ്പോൾ ഇതുകൂടി വരുമ്പോൾ എന്താകും പ്രതികരണമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.